ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റത്തെ 2 പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞത് കെമിസ്ട്രി മാത്സും ആണ്. അപ്പോൾ രണ്ടിനെ പറ്റി റിവ്യൂ പറയാനാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തുറന്നപ്പോൾ കുറേ ലാബ് വീഡിയോസ് കാണാം, പ്രാക്ടിക്കൽ എക്സാം ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തുടങ്ങിയാലും. ഓൾറെഡി ഒരു ചാനലുണ്ട്, എന്നാലും ഒരു രസം പോലെ തുടങ്ങിയതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കെമിസ്ട്രി എക്സാം ആയിരുന്നു. കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് ഒന്നാമത്തെ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരുന്നു, കെമിസ്ട്രി പഠിച്ചത് മറന്നുപോയി എന്നൊരു ടെൻഷനായിരുന്നു. ആ ഒരു ടെൻഷൻ എന്തായാലും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ സോൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ബേരിയം ക്ലോറൈഡ് ആയിരുന്നു. അതൊരു 1.5 സോൾട്ടിനായിരുന്നു. കാരണം നമുക്കറിയാം അത്യാവശ്യം കുറച്ച് എഴുതാനും ചെയ്യാനുണ്ട് അതിന് വേണ്ടി, ഫ്ലെയിം ടെസ്റ്റാണ്. അപ്പം നമുക്ക് കുറച്ച് മെനക്കെട്ട് അതിന് വേണ്ടി ഇരിക്കേണ്ടി വരും. എനിക്കെന്ന് വെച്ചാൽ ശരിക്കും ഈ ആഷ് ടെസ്റ്റ്, ഫ്ലെയിം ടെസ്റ്റ് രണ്ടും എനിക്ക് ഇഷ്ടമില്ലാത്തത്. കാരണം ഇത് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ആൻസർ കിട്ടും, പക്ഷേ അത്യാവശ്യം മെനക്കെടണം. അതെനിക്കിഷ്ടമല്ലായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അമോണിയം കാർബണേറ്റോ അല്ലെങ്കിൽ ലെഡ് നൈട്രേറ്റോ അങ്ങനെ വല്ലത് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടിയതാണ്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിലേറ്റ് മുമ്പ് എനിക്ക് വോളിയോമെട്രി വന്ന സമയത്ത് ഭയങ്കര ടെൻഷനായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ തെറ്റിച്ച് ചെയ്ത്. അപ്പോൾ എക്സ്റ്റേണൽ പേപ്പർ നോക്കിയ ആൾ നല്ലൊരു ടീച്ചർ തന്നെയായിരുന്നു. അപ്പോൾ ആൾ പേപ്പർ നോക്കിയപ്പോൾ പറഞ്ഞു ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ എവിടെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായി എനിക്ക്. കാരണം ഓക്കെ ഞാൻ തെറ്റിച്ച് ചെയ്ത് ഇനി എന്ന് വെച്ചാൽ മാർക്ക് കുറയും, അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് കുറേ നോക്കി ലാസ്റ്റ് ഉത്തരം കണ്ടെത്തി കൊടുത്തു. ഇതാണ് ഞാൻ കെമിസ്ട്രീനെ പറ്റി പറയാമെന്നെങ്കിൽ. കെമിസ്ട്രി ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട്. അതാണ് കെമിസ്ട്രിക്ക് പറ്റിയത്. ഇനി സെക്കൻഡ് മാത്സ് ആണ്. മാത്സ് രാവിലെ ആയിരുന്നു, റോൾ നമ്പർ 9 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഫ്രഷ് ആയിട്ട് കയറി. +1 ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു 4 ലാബും, +2 4. എല്ലാ സ്കൂളിലും സെമിനാണ് പറഞ്ഞാൽ. ലാബ് 1 വാല്യൂ ഫംഗ്ഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, പിന്നെ ട്രിഗണോമെട്രി, സർക്കിൾ ആൻഡ് പാരാബോള. +1 ഉണ്ടായിരുന്നത്. +2 ഫങ്ഷൻസ്, ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ആൻഡ് LPP. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ, ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. പക്ഷെ എനിക്കറിയാം എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ അത് കിട്ടില്ലെന്നറിയാം. ഭാഗ്യം പോലെ തന്നെ അത് കിട്ടിയില്ല. കുഴപ്പമില്ല. ഫങ്ഷൻസ് അതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഫങ്ഷൻസ് കുറച്ച് ട്രിക്കി ഗ്രാഫായിരുന്നു. സാധാരണ നമ്മൾ കണ്ടുള്ള X² വൃത്തിയിലേക്ക് നിൽക്കുന്ന ഗ്രാഫല്ലേ, ഇതെന്തുവാ തീരെ ഒരു രസമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. എനിക്ക് സംശയമൊന്നും ഇങ്ങനത്തെ ഗ്രാഫിക്ക് വരുമെന്ന്. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് തന്നപ്പോൾ എൻ്റെ പ്രശ്നമല്ല, ആ ഗ്രാഫിൻ്റെ പ്രശ്നം തന്നെ. അങ്ങനെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിന് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല, ഒരു വാല്യൂ ഓർമ്മയില്ല, പക്ഷേ അത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാല്യൂ ഫങ്ഷൻസ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫും കുഴപ്പമുണ്ടായിരുന്നില്ല. സർക്കിൾ ആൻഡ് പാരാബോളൊന്നും വന്നില്ല, ഭയങ്കര ഈസി ആയിരുന്നു, പക്ഷെ വന്നില്ല. ട്രിഗണോമെട്രിയിൽ നിന്ന് ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി, പക്ഷേ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റിയുകൊണ്ട് അത് സെറ്റായി. പക്ഷേ പ്രശ്നം ഇവിടെ ഒന്നല്ല കിടന്നത്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻഷനായിട്ടാലും ചെയ്യണ സമയത്ത് പെട്ടെന്ന് എൻ്റെ ലാപ്പിന് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോധമില്ലാത്ത പോലെ ഹാങ് ആവാം, പതുക്കെ ചെറുതായിട്ട് 2 മിനിറ്റ് കൂടുമ്പോൾ. പിന്നെ ലാസ്റ്റ് ഹാങ്ങായി. അപ്പോൾ ഞാൻ വെച്ച് നോർമൽ പോലെ ഇരിക്കും. അങ്ങനെ ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു, ആളെ കിട്ടിയില്ല. പിന്നെ നോക്കിയപ്പോൾ സാറ് പറഞ്ഞു പേടിക്കണ്ട, അത് പെട്ടെന്ന് ശരിയാവുന്ന പറഞ്ഞു. മാഷിട്ടെന്നിട്ട് കുത്തി, ഞാനത് കൊണ്ട് കുത്തി, പക്ഷേ അപ്പോഴും ശരിയായില്ല. പിന്നെ എക്സ്റ്റേണൽ വന്നപ്പോൾ ആളെനിക്ക് പുതിയൊരു എക്സാമിന് വേണ്ടിയിട്ട്, പിന്നെയും എനിക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് തന്നിട്ട് പിന്നെ ഞങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 6 മണിക്കൂർ കിട്ടി. പക്ഷെ നമ്മളത്ര യൂസ് ചെയ്യില്ലല്ലോ. അങ്ങനെ ഞാനത് പിന്നെ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അത് കംപ്ലീറ്റ് ആക്കി. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിനെ കേസ് പറയുകയാണെങ്കിൽ 6 ഉണ്ട്, നമുക്ക് 4 ചെയ്താൽ മതി. ഞാനൊരു 5 ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പകുതി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് ടെൻഷനായപ്പോൾ. അങ്ങനെയൊക്കെയായിരുന്നു എക്സാം. ഇനി പറയുകയാണെങ്കിൽ ഇനി ഒരു ദിവസം ബ്രേക്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സുവോളജി ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. സുവോളജിക്ക് എനിക്ക് ഏറ്റവും പേടി ഈ TS ഓഫ് ഓവറി, TS ഓഫ് ടെസ്റ്റിസ്, ബ്ലാസ്റ്റ്, ഇതൊക്കെ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പഠിക്കണം. പിന്നെ ജോയിൻസ്, അതാണ് എനിക്ക് സുവോളജി ഏറ്റവും ടെൻഷനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ബ്രേക്ക് വരുന്നുണ്ട്, 3 ദിവസമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പേടിയുള്ള സംഭവം. അത് കഴിഞ്ഞാൽ ബോട്ടണി, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ലാബ് പ്രാക്ടിക്കൽസ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.